പത്തനംതിട്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ നടത്തിയ റെയ്ഡിൽ 48 കേസുകളിലായി 48 പേർ പിടിയിൽ. പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, എപ്പോഴായിരുന്നു ഈ പരിശോധന? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിലാണ് ആകെ 48 കേസുകളിലായി 48 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളാണ് പ്രധാനമായും കേന്ദ്രീകരിച്ച് റെയ്ഡ് നടത്തിയത്. പോലീസും എക്സൈസും സംയുക്തമായിരുന്നു റെയ്ഡ് നടത്തിയിരുന്നത്. ഈ റെയ്ഡിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ, വിവിധ ഇനം ലഹരി വസ്തുക്കൾ, ഹാൻഡ്സ്, കൂള്, പാൻ മസാല തുടങ്ങി നിരവധി ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. 48 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 48 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൽ പലരെയും ഈ കയ്യിൽ കരുതിയിരുന്ന ലഹരി വസ്തുവിന്റെ അളവ് കുറവാണ് എന്നതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ ഒരു പരിശോധനയായിരുന്നു രാവിലെ മുതൽ പോലീസും എക്സൈസ് സംഘവും സംയുക്തമായി നടത്തിയിരുന്നത്. അതിൽ ഈ അടുത്ത കാലത്ത് ജില്ലയിൽ നടത്തിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ലഹരി പരിശോധന എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ രാവിലെ മുതൽ തുടങ്ങി ഏകദേശം 3 മണി വരെ നീണ്ടുനിന്ന പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയത്. അതുപോലെ തന്നെ 48 കേസുകളിലായി 48 പേരെ, ഒരു ദിവസം തന്നെ 48 പേരെ ഇത്തരത്തിൽ ലഹരിയുമായി പിടികൂടുന്ന തരത്തിലേക്ക് ഈ നടത്തുന്ന ഒരു പരിശോധനയും ഈ അടുത്ത കാലത്ത് ആദ്യമാണ്. എന്തായാലും സംസ്ഥാനത്തൊട്ട് ആകമാനം നടക്കുന്ന ലഹരി പരിശോധനകളുടെയൊക്കെ ഭാഗമായി തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലും പരിശോധന ആരംഭിച്ചത്. ഇതിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളായിരുന്നു. വലിയ പരാതികൾ തന്നെ ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിക്കുന്നുണ്ടായിരുന്നു, പോലീസിനും എക്സൈസിനും ലഭിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നടത്തിയ പരിശോധനയുടെ എല്ലാം അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ 48 പേരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും 1085 പേരെ ആകെ പരിശോധിച്ചു. ഏകദേശം 180-ലധികം ക്യാമ്പുകൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകൾ പരിശോധന നടത്തി. ഇതിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട്. സംഗീത, ശരി. പത്തനംതിട്ട ജില്ലയിലാണ് ഇത്തരത്തിൽ വ്യാപകമായ റെയ്ഡ് നടന്നിരിക്കുന്നത്. ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.